ഹലോ ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ഇപ്പം തമ്മിലിൽ കണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ നല്ല വ്യൂവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് രണ്ടാമത്തെ വീഡിയോ മുതൽ വ്യൂവേഴ്സ് കുറയാൻ തുടങ്ങി. അപ്പം നമുക്ക് ഫ്രീസായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ അതെങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ചാനലുകളും കാര്യങ്ങളൊക്കെ തപ്പി നോക്കി. അങ്ങനെ ചില ചാനലുകൾ പറഞ്ഞിട്ടുള്ള ഒരു 4 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു. ആ അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മൾ വിചാരിക്കണം നമ്മളെ ചാനൽ തന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കാൻ വേണ്ടി കാണാൻ ശ്രമിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കണ്ടു നോക്കും. നമ്മളെ വീഡിയോ അല്ലേ, അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് കണ്ടു നോക്കും. പക്ഷെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ വീഡിയോ നമ്മളെ ചാനലിൽ നിന്ന് നമ്മൾ യൂട്യൂബിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂയിങ് ഹവേഴ്സ് കൂടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫോണിൽ തന്നെ ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ ഇരുന്നിട്ട് കണ്ടിട്ട് വ്യൂഷിപ്പ് കൂട്ടിയാൽ മതിയല്ലോ. പക്ഷെ അത് ഒരിക്കലും യൂട്യൂബ് അനുവദിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ മെയിൻ തിങ് നമ്മളെ ചാനലിൽ തന്നെ നമ്മൾ കാണാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് പോരാ, അയ്യോ ഈ വീഡിയോ പോരാ എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഒന്നെങ്കിൽ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നല്ല ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വെറുതെ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളിക്കുമ്പോൾ യൂട്യൂബ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ പണികൾ എടുക്കുന്നുണ്ട്. റെക്കമെൻഡേഷൻസ്, നമ്മൾ ഈ വീഡിയോ എവിടെയൊക്കെ എത്തണം, അല്ലെങ്കിൽ എത്ര ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ യൂട്യൂബ് അവിടെ പണിയെടുത്തുകൊണ്ട് നിൽക്കുക. അപ്പം അത് വന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക അങ്ങനെ പറയുമ്പം 2-3 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ യൂട്യൂബിൻ്റെ പണി യൂട്യൂബ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ പതിയെ കുറഞ്ഞു തുടങ്ങും. അപ്പം നമ്മളുടെ വീഡിയോ പല ആളുകളിലേക്ക് എത്തുന്നത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും ചെയ്യാതെ നോക്കുക. ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യുക, അത് മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. വ്യൂ നമ്മളെ ചാനലിലൂടെ ആക്കരുത്. പിന്നെ ഒന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ അത് ഡിലീറ്റ് ചെയ്യരുത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അടുത്ത ചാനലിൽ വേറൊരു ചാനലിൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടിടരുത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾക്ക് കൂടെ കൂടിക്കഴിഞ്ഞാൽ ഞാനും സപ്പോർട്ട് ചെയ്യും, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ആ ഒരു ടാഗ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു കമൻറ്റ് മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ ചെയ്യുന്നത് മോശമാണ്. ഞാൻ എൻ്റെ ഇതിൽ ചെയ്യാത്തൊരു കാര്യം ഇത് മാത്രമാണ്. ബാക്കിയുള്ള 3 കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടാണ് എൻ്റെ ഇത് ഫ്രീസായത്. മാക്സിമം അത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഒരു കൺസിസ്റ്റൻസി വേണം, ഒരു സ്ഥിരത വേണം. നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് തോന്നിയ സമയത്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മളൊരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ, ഫസ്റ്റ് വന്നിട്ട് ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ വന്നിട്ട് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഇപ്പം നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടോളണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇടുന്ന സമയം, ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു സമയം ഒരു കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. 12 മണിയാണെങ്കിൽ 12 മണി, അല്ലെങ്കിൽ 12:10 ആണെങ്കിൽ 12:10, അല്ലെങ്കിൽ ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മണി 4 മണി, അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ അങ്ങനെ ഒരു ടൈം കീപ്പ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും ഒരു ടൈമിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വ്യൂവേഴ്സിന് മനസ്സിലാവില്ല നമ്മൾ എപ്പോഴാണ് വീഡിയോ ഇടാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എപ്പോഴാണ് ഇടാൻ പോകുന്നത് എന്നുള്ളതൊന്നും. അപ്പം ഈ ഒരു 4 കാര്യങ്ങളാണ് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇനി മുതൽ എൻ്റെ വീഡിയോസ് ഒരു 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? നമ്മൾ സ്വന്തം ചാനലിൽ നിന്ന് വീഡിയോ കാണരുത്. പിന്നെ ഇട്ടത് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഒന്നെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, അത് നല്ലോണം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ഇടുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറയാൻ മറന്നുപോയ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ടൈമിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ നിൽക്കണമെന്നില്ല. അതിനെന്ത് ചെയ്യണം, നമ്മൾ പബ്ലിക്കാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം പ്രൈവറ്റിൽ താഴെയായിട്ട് ഷെഡ്യൂൾ ടൈം എന്നുള്ളതുണ്ട്. ആ ഷെഡ്യൂളിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നാളത്തേക്കാണ് നമ്മൾ ഇപ്പോൾ 12 മണിക്കാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വിചാരിച്ചിട്ട് ടൈം ഫിക്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ 12 മണി കഴിഞ്ഞു പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം 12 മണിയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു ഷെഡ്യൂളിംഗ് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് മുതൽ ഒന്നുകൂടി പറയാം, നമ്മളെ ചാനലിൽ നിന്ന് നമ്മളെ വീഡിയോ കാണരുത്. പിന്നെ അതായത് അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യരുത്. പിന്നെ നമ്മൾ വേറൊരാളുടെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വേറൊരാളുടെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാൻ പാടില്ല. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 4 കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മളെ കൂടെ ഉണ്ടാവണമെന്നും. ഓക്കെ, ബൈ.